വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവർത്തിച്ചാവശ്യപ്പെട്ട് സംസ്ഥാനം. പ്രധാനമന്ത്രി ശനിയാഴ്ച ദുരന്തഭൂമി സന്ദർശിക്കുന്നതോടെ അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ സഹായം കേരളത്തിന് ലഭിക്കും. ദുരന്തത്തിന്റെ വ്യാപ്തി പഠിക്കാൻ കേന്ദ്രം 9 അംഗ സമിതിയെ നിയോഗിച്ചു. ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥൻ സമിതിയെ നയിക്കും. ഉരുൾപൊട്ടലുണ്ടായ ദിവസം മുതൽ തന്നെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം സംസ്ഥാനം ഉയർത്തുന്നതാണ്. അനുകൂല സമീപനം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. സംസ്ഥാനം ഔദ്യോഗികമായി കത്തയച്ചതിന് പിന്നാലെ ദുരന്തത്തിന്റെ വ്യാപ്തി പഠിക്കാൻ കേന്ദ്ര സർക്കാർ സമിതിയെ നിയോഗിച്ചു. സംസ്ഥാന സർക്കാരിനും ഇക്കാര്യത്തിൽ സംതൃപ്തിയുണ്ട്. പ്രധാനമന്ത്രി ശനിയാഴ്ച ദുരന്തഭൂമി സന്ദർശിക്കുന്നത് പ്രതീക്ഷയോടെയാണ് കേരളം കാണുന്നത്. അനുകൂല തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. പുനരധിവാസം ഉറപ്പുവരുത്തണം. അതിനായി ടൗൺഷിപ്പ് അടക്കമുള്ള പ്രവർത്തനങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായം ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇവിടെ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി കാര്യങ്ങൾ ഗൗരവമായി മനസ്സിലാക്കുകയും അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനുൾപ്പെടെ കേന്ദ്ര സഹായം അനിവാര്യമാണ്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് സഹായം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായും അതിതീവ്ര ദുരന്തമായും പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. ദുരന്ത തീവ്രത പരിശോധിച്ച് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 9 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. വയനാട്ടിലെത്തുന്ന പ്രധാനമന്ത്രി ദുരന്തമേഖലയിൽ ഹെലികോപ്റ്റർ പര്യടനം നടത്തും. മുഖ്യമന്ത്രിയും ഒപ്പമുണ്ടാകും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ജില്ലയിൽ ശനിയാഴ്ച ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നിന്ന് സൈന്യം ഭാഗികമായി പിൻവാങ്ങുന്നു. ബെയ്ലി പാലത്തിലെ കരസേന എഞ്ചിനീയറിംഗ് വിഭാഗവും ഹെലികോപ്റ്റർ തെരച്ചിൽ സംഘവും മേഖലയിൽ തുടരും. വികാരനിർഭരമായിരുന്നു സർക്കാർ ഒരുക്കിയ യാത്രയയപ്പ്. തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വികാരനിർഭരമായിരുന്നു ആ നിമിഷങ്ങൾ. ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തുമെല്ലാം രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയവരെ യാത്രയാക്കിയത് ചേർത്തുപിടിച്ചുകൊണ്ട്. സൈന്യത്തിന്റെ പ്രവർത്തനത്തെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ബെയ്ലി പാലം രക്ഷാദൌത്യത്തിൽ നിർണായകമായെന്നും പറഞ്ഞു. സൈന്യത്തിന്റെ ഭാഗമായുള്ള മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നിർമ്മിച്ച ബെയ്ലി പാലം ഇവരുടെ ദൗത്യത്തിൽ നിർണായകമായ ഒന്നായിരുന്നു. വേദനയോടെയാണ് സൈന്യത്തെ യാത്രയാക്കുന്നതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് 24-നോട് പറഞ്ഞു. വല്ലാത്ത വേദനയുണ്ട്. നമുക്കൊരു ധൈര്യമായിരുന്നു. പക്ഷേ അവരെ കൊണ്ട് എന്തൊക്കെയാണോ സാധ്യമാവുക അതെല്ലാം അവർ ചെയ്തു. ഇനി അവർക്ക് മറ്റു പല ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. പക്ഷേ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്കൊപ്പം നിന്നൊരു പോരാട്ടമാണ് നടത്തിയത്. അപ്പോൾ ആ പോരാട്ടത്തിൽ ഒരുമിച്ച് നിന്നവർ പോകുമ്പോൾ സ്വാഭാവികമായിട്ടുമുള്ള ഒരു പ്രയാസം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. മന്ത്രിമാരായ AK ശശീന്ദ്രനും OR കേളുവും സൈന്യത്തെ ആലിംഗനം ചെയ്താണ് നന്ദി അറിയിച്ചത്. കേരളവും വയനാടും നൽകിയ പിന്തുണയ്ക്ക് സൈന്യം നന്ദി പറഞ്ഞു. വയനാട് വിട്ടുപോകുന്നത് വേദനയോടെയാണെന്നും ഹൃദയത്തിൽ ഈ നാട് എന്നും ഉണ്ടാകുമെന്നും കേണൽ പരംവീർ 24-നോട് പറഞ്ഞു. We may go, but our heart still remains with the Wayanad people, and we just wish that such incidents don't happen again, and people who are displaced are rehabilitated once again. ദുരന്തമുഖത്തെ പ്രതികൂല സാഹചര്യത്തിലും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സൈന്യത്തിന് നാടാകെ സല്യൂട്ട് നൽകുകയാണ്. അത്യന്തം അപകടകരമായ ഗുരുതരമായ സാഹചര്യത്തിൽ കേരളത്തെ, വയനാടിനെ ചേർത്ത് പിടിച്ച സൈന്യം വിടവാങ്ങാൻ പോകുന്ന നിമിഷങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിനേക്കാൾ വികാരപരമാണ് ഇവിടെയുള്ള ഓരോ നിമിഷവും എന്നുള്ളതാണ് വസ്തുത. നമുക്ക് നൽകാം, 24 ടീമിന് നൽകാം ഒരു ബിഗ് സല്യൂട്ട് ഫോർ ദ ഇന്ത്യൻ ആർമി. സംസ്ഥാന സർക്കാരിന്റെ ലോഗോയുള്ള മൊമന്റോയും സൈന്യത്തിന് നൽകി. 24 വയനാട്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി. ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. ഹർജി നാളെ വിശദമായി വാദം കേൾക്കാനായി വീണ്ടും പരിഗണിക്കും. വയനാട് ജില്ലയിലെ മുപ്പയ്യനാട് പഞ്ചായത്തിൽ ക്വാറിക്ക് അനുമതി നിഷേധിച്ച നടപടി റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ അപ്പീലുകൾ പരിഗണിക്കവെയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഇടപെടൽ. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി ഉരുൾപൊട്ടലടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളുണ്ടാകാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നിയമനിർമ്മാണമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് അഡ്വക്കേറ്റ് ജനറലിനെ വിളിച്ചുവരുത്തി നിർദ്ദേശം നൽകി.
കേരളത്തിലെ ചില പ്രദേശങ്ങൾ പരിസ്ഥിതിലോല മേഖലകളാണ്. ഇവിടെ സുസ്ഥിര വികസനമടക്കം സാധ്യമാണോ എന്ന കാര്യത്തിൽ പുനർവിചിന്തനം വേണമെന്നും ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി. പ്രകൃതി ദുരന്തങ്ങൾ ഇനിയുമുണ്ടാകാതിരിക്കാൻ നിയമനിർമ്മാണ സഭയും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും കൂട്ടായി ആലോചിച്ച് തീരുമാനമെടുക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് ഓർമ്മിപ്പിച്ചു. ഹർജി നാളെ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. 24 കൊച്ചി. ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള 10ാം ദിവസത്തെ തെരച്ചിലും അവസാനിപ്പിച്ചു. ചാലിയാറിൽ നിന്ന് ഇന്നൊരു ശരീരഭാഗം കണ്ടെത്തി. ദുരന്തബാധിതരെ കൂടി പങ്കെടുപ്പിച്ചുള്ള ജനകീയ തെരച്ചിൽ നാളെ നടക്കും. പതിവിൽ നിന്ന് വിപരീതമായി തിരച്ചിലിന് പ്രത്യേക പോയിന്റുകൾ മാർക്ക് ചെയ്തിരുന്നു ഇന്ന്. അതനുസരിച്ചാണ് സന്നദ്ധ പ്രവർത്തകരും ഫയർഫോഴ്സ് അടക്കമുള്ള രക്ഷാസംഘവും തിരച്ചിൽ നടത്തിയത്. കാലാവസ്ഥ പ്രതികൂലമായത് ദൗത്യത്തെ ബാധിച്ചു. പുഞ്ചിരിമട്ടിലും മുണ്ടക്കൈയിലും ഏതാണ്ട് 90% തിരച്ചിൽ പൂർത്തിയായി എന്നാണ് അധികൃതർ പറയുന്നത്. നഷ്ടപരിഹാരം ലഭിക്കാൻ അർഹതയുള്ളവർക്കെല്ലാം ലഭിക്കുമെന്ന് മന്ത്രി കെ രാജൻ. എത്രയിൽപ്പെടുത്തി കേരളത്തെ ഇക്കാര്യത്തിൽ പരിഗണിച്ചാൽ ഒരു വലിയ കാര്യമായി കിട്ടാവുന്ന മാക്സിമം സഹായങ്ങൾ സാധാരണ നിലയിൽ കിട്ടും. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വരവിനെ പോസിറ്റീവായി ഞങ്ങൾ കാണുന്നു. ഉരുൾപൊട്ടലിൽ മരിച്ചവരിൽ തിരിച്ചറിയാത്തവർക്കായി പുത്തുമലയിൽ 5ാം ദിനവും കൂട്ടസംസ്കാരം നടന്നു. 7 ശരീരഭാഗങ്ങളാണ് ഇന്ന് സംസ്കരിച്ചത്. നാളെ ദുരന്തത്തിൽ നിന്ന് അതിജീവിച്ച ആളുകളെ കൂടി ഉൾപ്പെടുത്തി ഉരുൾപൊട്ടൽ ബാധിത മേഖലകളിലെല്ലാം രാവിലെ മുതൽ ജനകീയ തിരച്ചിൽ നടത്തും. ടീം 24 വയനാട്. ഓർക്കാപ്പുറത്ത് സർവ്വതും തട്ടിയെടുത്ത ഉരുൾപൊട്ടൽ പലവിധത്തിലാണ് അവിടുത്തെ ജനത്തെ ബാധിച്ചത്. ഫാനിൽ തൂങ്ങിക്കിടന്ന് രക്ഷപ്പെട്ട 11-കാരി നൂറിൻ മുതൽ ഫുട്ബോൾ താരം ഷർബിൻ വരെയുള്ളവർക്ക് 100 ഓർമ്മകളാണ് അന്നത്തെ പുലർച്ചയെക്കുറിച്ചുള്ളത്. ദുരന്തത്തിന്റെ നേർസാക്ഷികൾ പങ്കുവച്ച അവരുടെ ഓർമ്മകളിലേക്ക്. വെള്ളം വന്നിട്ട് എന്ത് ചെയ്ത് നേരെ മുകളിലേക്ക് പൊന്തിയപ്പോൾ മോള് സീലിംഗ് ഫാനിൽ പിടിച്ച് തൂങ്ങി നിൽക്കുകയും ചെയ്ത് ബാക്കി എല്ലാവരും പുറത്തു പോയി. ഭയാനക ശബ്ദം, കൺമുന്നിലെ ഭീകര കാഴ്ച. ഒരു 11-കാരിക്ക് എത്ര നേരം പിടിച്ചു നിൽക്കാനാകും? ഉരുൾപൊട്ടിയൊഴുകുമ്പോൾ ചൂരൽമലയിലെ നൂറിനെന്ന 11-കാരി ആ മണിക്കൂറുകളെ തരണം ചെയ്ത കഥയാണ് അച്ഛൻ ഉബൈദ് പറയുന്നത്. ഉരുൾപൊട്ടലിന് മുമ്പ് പ്രകൃതി മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് ഓർത്തെടുക്കുന്നു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ സഞ്ജയും ദിനേശനും. എൻ്റെ ബൈക്ക് മുറ്റത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് പോകുന്നത് ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു. അതിലേക്ക് ഇടിക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് ഞാൻ എണീക്കുന്നത്. നോക്കുമ്പോൾ മൊത്തം ബ്ലാങ്കായി കിടക്കുന്നു. പരമാവധി ആൾക്കാരെ മേലേക്ക് നമ്മൾ കയറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളെ വീടിൻ്റെ അവിടെ നിർത്തി രണ്ടാമതാണ് പിന്നെ ഒരു ഹെവി ആയിട്ട് നല്ല രീതിയിൽ ഒന്ന് വന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. വെള്ളാർമല സ്കൂൾ ഗ്രൗണ്ടിൽ കളിച്ചു വളർന്ന ദേശീയ താരമായ ഒരു ഫുട്ബോൾ കളിക്കാരനുണ്ട്, ഷർബിൽ ആലക്കൽ. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടെങ്കിലും ഒപ്പം പന്തു തട്ടിയ സുഹൃത്തുക്കൾ ഇന്ന് ജീവനോടെയില്ല. ഈ ഉരുൾപൊട്ടുന്നതിന്റെ അതേ ദിവസം വൈകിട്ട് നമ്മൾ കളിച്ചൊരു 5-6ഓളം പേര് കാണാതായിട്ടുണ്ട്, മിസ്സിംഗ് ആണ്. വെള്ളാർമല സ്കൂൾ ദുരന്തത്തിന്റെ ശേഷിപ്പുകളിലൊന്നായി മാറി. പൂർവ്വ വിദ്യാലയം ഇങ്ങനെ കാണേണ്ടിയിരുന്നില്ലെന്ന് വിലപിക്കുന്ന വിജിനെയും സുഹൃത്തുക്കളെയും ഞങ്ങൾ കണ്ടു. സത്യം പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റൂല ആ നെഞ്ചു പൊട്ടിയിട്ട് അവിടെ വന്നത്. കാരണം നമ്മൾ കണ്ടൊരു സ്ഥലമല്ലല്ലോ. പെട്ടെന്ന് വന്നപ്പോൾ ആകെ എന്താ പറയാ അവസ്ഥയായിരുന്നു. ശരിയായ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നുവെങ്കിൽ ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാമായിരുന്നുവെന്ന് പുഞ്ചിരിമട്ടം സ്വദേശിയായ അത്തനാർ വേദനയോടെ പറയുകയാണ്. മുന്നറിയിപ്പ് അങ്ങനെ ഒന്നും കൊടുത്തില്ല, ആർക്കും ഒന്നും കൊടുത്തില്ല. ആദിവാസി വീട് കുറച്ച് മുകളിൽ എൻ്റെ വീട് കുറച്ച് താഴ. ആദിവാസികളെ കൂട്ടി കൊണ്ടുപോകുമ്പോൾ നിങ്ങളോട് പറയണ്ടായിരുന്നു, ഇത് ഞങ്ങളിങ്ങനെ അവരൊക്കെ മാറ്റാൻ നിങ്ങൾ ഇവിടുന്ന് മാറി ഞങ്ങളോട് പക്ഷെ പറഞ്ഞില്ല. ഉരുളെടുക്കും മുമ്പ് വരെയുള്ള ജീവിതം ഇപ്പോഴും പ്രദേശവാസികളുടെ ഓർമ്മയിൽ തെളിയുന്നുണ്ട്. എന്നാൽ അതിനെയെല്ലാം മായ്ക്കുന്ന ഉരുളാണല്ലോ ഇപ്പോൾ വേദനയായി നീറുന്നത്. ടീം 24 വയനാട്. പുത്തുമല ദുരന്തത്തിന് ശേഷം പുനരധിവാസ പാക്കേജിൽ ലഭിച്ച വീടുകൾക്ക് ചോർച്ച. 5 വർഷമായി പരാതി കൊടുത്തിട്ടും പ്രതികരണം ഉണ്ടായിട്ടില്ല എന്ന് താമസക്കാർ പറയുന്നു. മേപ്പാടി പുത്തുകൊല്ലിയിലാണ് സർക്കാരും സന്നദ്ധ സംഘടനകളും ചേർന്ന് 49 വീടുകൾ നിർമ്മിച്ചു നൽകിയത്. മഴ പെയ്താൽ പിന്നെ ഞങ്ങൾക്ക് ഉള്ളിൽ നിൽക്കണ്ട. അതുകൊണ്ട് ചെറിയ മക്കളിലെ വീടാണ് ഇവിടെ. അതുകൊണ്ട് മക്കൾക്കൊന്നും ഇവിടെ നിൽക്കിയിട്ട് മക്കളൊക്കെ അവിടെ കൊണ്ടാക്കിക്കുക, ഭാര്യ വീട്ടിൽ കൊണ്ടാക്കിക്കുക. മോനെ ചുമരൊക്കെ കറുത്ത കളറാണ്. അതുകൊണ്ട് നിലമൊക്കെ ഫുള്ളായിട്ട് ഞാൻ പുതപ്പും വിരിപ്പൊക്കെ വിരിച്ചിടലാണ്. അത്രയ്ക്കും വലിയ ബുദ്ധിമുട്ടാണ് പെരയിൽ നിൽക്കാൻ. ഒരു നിമിഷം ഇവിടെ ഞങ്ങൾക്ക് ചെറിയൊരു വീടാണെങ്കിൽ ചോർച്ചല്ലാത്ത വീട് ഞങ്ങൾക്ക് തന്നിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സമാധാനം. വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് താമസിക്കാൻ വീട് ലഭിച്ചിട്ടും 5 വർഷങ്ങൾക്കിപ്പുറവും
ഇങ്ങനെ പരാതി പറയാനാണ് ഇവരുടെ വിധി. ഇത് പുത്തുമലക്കാർ. വാഗ്ദാനങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. അതിലെല്ലാം ഇപ്പോഴത്തെ വീട് പോലെ ചോർച്ചയും ഉണ്ടായി. ഹർഷം എന്ന പേരിലാണ് പൂത്തക്കൊല്ലിയിൽ പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിയത്. കുറച്ച് ആളുകൾ മാത്രം 10 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് അവർ സ്വന്തമായി വീട് വെച്ച് സ്ഥലം വാങ്ങി വീട് വെച്ച് മാറാൻ വേണ്ടി തയ്യാറായി. പ്ലാനിങ്ങും പരിപാടികളെല്ലാം വളരെ വൃത്തിയായി നടത്തിയെങ്കിലും ഇത് കോൺട്രാക്റ്റ് എടുത്ത ആളുകൾ ഇതിൽ നിന്ന് വെട്ടിച്ചുരുക്കി. ഈ നിലവിൽ ആ ഫ്ലാറ്റിൻ്റെ മുകളിൽ ചെരിച്ച് ഓടിട്ടതിൻ്റെ ഒരു 1.5 അടിയും കൂടെ അങ്ങോട്ടേക്ക് കയറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചോർച്ചൻ്റെ വിഷയം ഉണ്ടാവില്ല. സന്നദ്ധ സംഘടനകളുടെ സഹായവും സർക്കാർ നൽകിയ 4 ലക്ഷവും ചേർത്താണ് ഇവിടെ പ്രത്യേക സമിതിയുടെ തന്നെ മേൽനോട്ടത്തിൽ ഒരുമിച്ച് വീട് പണിതത്. ഈ സ്ഥലവും വീടും ലഭിച്ചപ്പോൾ പുതിയൊരു ജീവിതം സ്വപ്നം കണ്ടവരാണ്. പക്ഷേ ഈ ചോർന്നൊലിക്കലിന് ഇപ്പോൾ ആര് ഉത്തരം പറയും? വയനാടിനായി ഒരു പുനരധിവാസ പദ്ധതി കൂടി രൂപം കൊള്ളുന്നു. ഇവിടെ ഈ പ്ലാനിങ്ങിലെടുക്കുന്ന അതേ ജാഗ്രത വീടിൻ്റെ നിർമ്മാണത്തിലും വേണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ക്യാമറമാൻ VS രാഹുലിനൊപ്പം വിപിൻ C വിജയൻ, 24. വയനാട്ടിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ഓണാഘോഷ പരിപാടികളും ചാമ്പ്യൻസ് ബോട്ട് ലീഗും ഒഴിവാക്കി. അപകടത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായ സാഹചര്യത്തിലാണ് ഈ തീരുമാനം. മന്ത്രി PM മുഹമ്മദ് റിയാസിന് ഇക്കാര്യം അറിയിച്ചത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. വഖഫ് ബോർഡുകളുടെ അധികാരങ്ങളിൽ നിർണായക മാറ്റം വരുത്തുന്ന ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. ബില്ലിൽ സൂക്ഷ്മ പരിശോധന വേണമെന്ന പ്രതിപക്ഷ ആവശ്യം പരിഗണിച്ചാണ് നടപടി. ബിൽ മുസ്ലിം വിരുദ്ധവും ഭരണഘടനയ്ക്കെതിരുമാണെന്ന പ്രതിപക്ഷ വിമർശനത്തിനിടെയാണ് ലോക്സഭയിൽ വഖഫ് ബിൽ അവതരിപ്പിച്ചത്. Through this bill, they are putting a proviso that non-Muslims also be the member of the governing council. This provision, anybody, non-Muslims also be part of Waqf Council, is correctly an attack on the faith and freedom of religion. മതവിശ്വാസങ്ങളിൽ കടന്നുകയറാനുള്ള സർക്കാർ ശ്രമം അപകടകരമാണെന്ന് E.T. മുഹമ്മദ് ബഷീർ ആരോപിച്ചു. ജനാധിപത്യം മുന്നോട്ട് വയ്ക്കുന്ന മതസൗഹാർദ്ദമാണ് ബില്ല് ചോദ്യം ചെയ്യുന്നതെന്ന് CPM അംഗം K. രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി. This bill has breached our constitutional right of practice of religions. This bill has violated the constitutional article 25, 26, 27, 28 and 30. വഖഫ് ഭേദഗതി കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നായിരുന്നു കേന്ദ്ര സർക്കാർ നിലപാട്. മുസ്ലിം മതവിശ്വാസികളെയല്ല വഖഫ് സ്വത്തുകൾ കൈയടക്കി വച്ചിരിക്കുന്നവരെയാണ് പ്രതിപക്ഷം പ്രതിനിധീകരിക്കുന്നതെന്നായിരുന്നു കിരൺ റിജിജുവിന്റെ മറുപടി. आर्टिकल 25 से लेकर के 30 तक किसी रिलीजियस बॉडी का जो फ्रीडम है उसमें कोई हस्तक्षेप नहीं किया जा रहा है, ना ही संविधान का किसी भी अनुच्छेद का इसमें उल्लंघन किया गया है. JDU, തെലുങ്ക് ദേശം തുടങ്ങിയ NDA ഘടകകക്ഷികളും ബില്ലിനെ അനുകൂലിച്ചു. ശബ്ദ വോട്ടെടുപ്പിൽ ബിൽ അവതരിപ്പിക്കാൻ സഭ അനുവാദം നൽകി. കൂടുതൽ പരിശോധനയ്ക്ക് ബിൽ വിധേയമാക്കണമെന്ന പ്രതിപക്ഷ നിർദ്ദേശം സർക്കാർ തുടർന്ന് അംഗീകരിച്ചു. സംയുക്ത പാർലമെന്ററി സമിതിയാകും വഖഫ് ഭേദഗതി ബിൽ വിലയിരുത്തുക. JPC പരിഗണിക്കുന്ന ബിൽ അടുത്ത സമ്മേളനത്തിൽ സഭ ചർച്ച ചെയ്യും. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ മുസ്ലിം ലീഗ് MLA നജീബ് കാന്തപുരത്തിന് ആശ്വാസം. നജീബ് കാന്തപുരത്തിന്റെ വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് LDF സ്ഥാനാർത്ഥി KP മുഹമ്മദ് മുസ്തഫ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. കോടതി വിധി സന്തോഷകരമെന്ന് നജീബ് കാന്തപുരം MLA പ്രതികരിച്ചു. പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം വിജയിച്ചത് 38 വോട്ടുകൾക്കാണ്. സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി 348 പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയിരുന്നില്ല. ഇതിൽ 263 എണ്ണം പൊതുജനങ്ങളുടേതും 85 എണ്ണം സർക്കാർ ഉദ്യോഗസ്ഥരുടെയും വോട്ടുകളായിരുന്നു. ബാലറ്റിന് പുറത്ത് ഒപ്പും സീലും ഇല്ലാത്തതുകൊണ്ടാണ് വോട്ടുകൾ എണ്ണാതിരുന്നത്. എന്നാൽ പൊതുജനങ്ങളുടെ വോട്ടെങ്കിലും എണ്ണണമെന്നും ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് അസാധുവാകാൻ കാരണമെന്നുമായിരുന്നു എതിർ സ്ഥാനാർത്ഥി KP മുഹമ്മദ് മുസ്തഫ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലെ ആവശ്യം. എന്നാൽ ഹർജി ഹൈക്കോടതി തള്ളി. റിട്ടേണിംഗ് ഓഫീസറുടെ അധികാരത്തിൽ കോടതി ഇടപെട്ടില്ല. കോടതി വിധി സന്തോഷം നൽകുന്നുവെന്ന് നജീബ് കാന്തപുരം MLA.
കേസിന്റെ ഓരോ ഘട്ടത്തിലും ആത്മവിശ്വാസം ഒട്ടും ചോരാതെയാണ് ഞാൻ നിന്നിട്ടുള്ളത്. കാരണം സത്യമുണ്ട് എന്ന ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. ജനങ്ങളുടെ പിന്തുണ എനിക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഫലമായിട്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ കാണുകയാണ്, വിധിയെ കാണുകയാണ്. കോടതി വിധി ദൗർഭാഗ്യകരമെന്ന് CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് പറഞ്ഞു. ആർക്കാണ് വോട്ട് ചെയ്തത് എന്നുള്ളത് ആ ബാലറ്റ് പൊട്ടിക്കുമ്പോഴേ അറിയുള്ളൂ. പക്ഷെ അത് വളരെ ന്യായമായ ഒരു പൗരൻ്റെ ജനാധിപത്യ അവകാശമാണ് നിർഭാഗ്യകരമായി കോടതിയുടെ ഈ വിധിയിലൂടെ ഇല്ലാതായിട്ടുള്ളത്. പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി വിധി ആഹ്ലാദകരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. സത്യം വിജയിച്ചെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. 24 മലപ്പുറം. ഒളിമ്പിക്സിലെ വെങ്കല നേട്ടത്തോടെയുള്ള വിരമിക്കൽ പോരാട്ടത്തിൽ അഭിമാനം കൊള്ളുകയാണ് PR ശ്രീജേഷിന്റെ ജന്മനാട്. എറണാകുളം കിഴക്കമ്പലത്തുള്ള ശ്രീജേഷിന്റെ വീട്ടിൽ ഉത്സവ സമാനമായ ആഘോഷമായിരുന്നു. കുടുംബക്കാരും നാട്ടുകാരും വിരമിക്കൽ മത്സരം കാണാൻ വീട്ടിലെത്തിയിരുന്നു. ശ്രീജേഷിന്റെ വീട്ടിൽ നിന്ന് അശ്വിൻ പാലാഴി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അഭിമാന വിജയം നേടിയ ശ്രീജേഷിന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ശ്രീജേഷിന്റെ കുടുംബം 24-നൊപ്പം ചേരുകയാണ്. ആദ്യം ഭാര്യ അനീഷ തന്നെ ഉണ്ട്. എന്ത് തോന്നുന്നു വിജയം ഈ നിമിഷത്തിൽ? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിമാനം. ഒരു അടുത്തടുത്ത 2 ഒളിമ്പിക്സിൽ മെഡൽ നേടാൻ കഴിയുക പറയുന്നത് വളരെ വലിയ ഒരു നേട്ടമാണ്. അത് റിട്ടയർമെൻറ്റ് മാച്ചിൽ അത് ഒരു ഒളിമ്പിക് മെഡലോടെ ആയത് രാജ്യത്തിൻ്റെ അഭിമാനമായിട്ട് റിട്ടയർ ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ശ്രീജേഷിനെ ഓർത്ത് അഭിമാനിക്കുന്നു. എൻ്റെ അപ്പം അച്ഛൻ രവീന്ദ്രനൊപ്പം അമ്മ ഉഷയും ഉണ്ട്. എന്ത് തോന്നുന്നു അഭിമാന വിജയത്തിൽ? ഭയങ്കര സന്തോഷമുണ്ട്. നമുക്കൊരു മെഡൽ മേടിക്കാൻ പറ്റി, അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. എന്താ അവസാന മത്സരമാണ്, വിരമിക്കൽ മത്സരമാണ്. അപ്പോൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ അമ്മയോടും അച്ഛനോടും എന്താ പറഞ്ഞത്? അല്ല, അങ്ങനെ പറഞ്ഞൊന്നുമില്ല. റിട്ടയർമെന്റ് ചെയ്യുന്നു പറഞ്ഞു. നല്ലൊരു റിട്ടയർമെന്റ് ആയി. മെഡല് കിട്ടി, ജയിച്ചൊരു റിട്ടയർമെന്റ്. അത് ഒളിമ്പിക്സ് മെഡലോടുകൂടിയുള്ള റിട്ടയർമെന്റ് എന്നുള്ള തീരുമാനത്തെ കുടുംബങ്ങൾ അച്ഛനും അമ്മ എന്നുള്ള നിലയിൽ എങ്ങനെ കണ്ടു? സപ്പോർട്ടായിരുന്നു. അവർ ഇത്രയും നാൾ ഒരു 2 സ്ഥലത്തായിട്ട് മക്കളും അനീഷയാണെങ്കിലും കണ്ണൻ്റെ കൂടെ അവിടെ കൂടെ പോയി ഞങ്ങൾ 20 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അവർ ഇതുവരെ ഒന്നിച്ചൊരു ജീവിച്ചിട്ടില്ല. ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അത്രയൊക്കെ ഇവിടെ നിൽക്കാറുള്ളൂ. അനീഷിന്റെ അമ്മയുടെ അമ്മയാണ്. അമ്മ എന്ത് തോന്നുന്നു ഇപ്പോൾ വിജയത്തിൽ? എനിക്ക് വളരെ സന്തോഷം. എൻ്റെ കൊച്ചുമോൻ ഇപ്പോൾ കളിച്ച് ആദ്യം ഒരു ടെൻഷനായിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര വിഷമമായിരുന്നു, അന്ന് ജനിച്ചില്ലല്ലോ. ഇപ്പോൾ വളരെ സന്തോഷം. ശ്രീജേഷിന്റെ സഹോദരൻ ശ്രീജിത്ത് കൂടി ചേരുന്നു. എന്ത് തോന്നുന്നു? ഇപ്പോൾ അഭിമാന നിമിഷമാണ് രാജ്യത്തിന്. തീർച്ചയായിട്ടുമാണ്. അത് വിരമിക്കൽ മത്സരം നമുക്ക് ഇതോടെ അവസാനിക്കുക എന്നുള്ളത് ഏതൊരാളെ സംബന്ധിച്ചും ഒരു സ്വപ്നം തന്നെയാണ്. അതും ഒളിമ്പിക്സ് മെഡലോട് അവസാനിപ്പിക്കുക. എല്ലാവരും പറയുന്നു കളി അവസാനിപ്പിക്കരുത് എന്ന് പറയുന്നു. പക്ഷേ ആളുടെ തീരുമാനം നമ്മൾ അംഗീകരിക്കുന്നു. നമുക്ക് പുള്ളി നേരിട്ട് ചോദിക്കാം എന്താണ് ഇനി മാറ്റുമോ. ഭാവി പരിപാടികളെ കുറിച്ച് വല്ല സംസാരിച്ചോ? ഫാമിലിയെ സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും വലിയ സന്തോഷത്തിലാണ്. വീട്ടിലിപ്പോൾ ആഘോഷങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി എന്തായാലും ആഘോഷത്തിൻ്റെ വലിയ ദിവസങ്ങൾ തന്നെയാണ് കടന്നു വരുന്നത്. വിശ്രമ ജീവിതം അല്ലെങ്കിൽ വിരമിക്കലിന് ശേഷമുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്ന് ഫാമിലിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ പുറത്തു പറയുന്നില്ല. ശ്രീജേഷ് തന്നെ പറയട്ടെ എന്നുള്ളതാണ് പറയുന്നത്. ഹോക്കിയിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. सर श्रीजेश बात कर रहा हूँ सर. एकदम बढ़िया. कंग्रेचुलेशन सर. थैंक यू सर. थैंक यू. आपने निवृत्ति घोषित कर दी आखिरी में. यस सर. लेकिन आपको नई टीम तैयार करनी होगी भैया. यस सर. यस सर. देखिए, मैं एक बात तो आज जरूर कहना चाहूंगा. 10 खिलाड़ियों के साथ फिट एंड क्लीन लड़ाई आपकी. मुझे लगता है हिंदुस्तान का हॉकी को समझने वाला हर बच्चा इसको हमेशा याद रखेगा. थैंक यू सर. थैंक यू सर. और इसको एक उदाहरण के रूप में माना जाएगा. और मैं मानता हूँ कि दुनिया में भी हॉकी की चर्चा होगी तो ये आपकी क्वार्टर फाइनल के मैच का तो जरूर जिक्र आएगा. थैंक यू सर. थैंक यू सर. और मैं फैक्ट बता दूं, अच्छा टीम स्पिरिट भी दिखाई दिया और आपने बिल्कुल जमकर के. और मैं देखा कि एक बार हारने के बाद थोड़ा मोरल डाउन हो जाता है, लेकिन आपने 24 घंटे में फिर से अपने आप को रिकवर करके पूरी ताकत से निकल पड़े आप लोग. देखिए, देश को बड़ा गर्व हो रहा है आप लोगों पर और मेरी तरफ से बहुत बहुत बधाई है सबको. थैंक यू वेरी मच सर. सबकी तबीयत तो ठीक है ना?
नहीं सर, सब एकदम बढ़िया सर। सब लोग इधर आपको सुन रहे सर, सब खुश है, सब आपका कॉल के इंतजार में था सर। सबको मेरी तरफ से बहुत बहुत बधाई दे रहा भैया। भारत माता की जय। थैंक यू सर। थैंक यू सर। थैंक यू सर। थैंक यू सो मच सर। थैंक यू सो मच। ഒളിമ്പിക്സിൽ അയോഗ്യയാക്കപ്പെട്ടതിന് പിന്നാലെ ഗുസ്തിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച വിനേഷ് ഫോഗട്ട് സ്വപ്നങ്ങൾ തകർന്നെന്നും ഇനി മത്സരിക്കാൻ കരുത്തില്ലെന്നും വിനേഷ് ഫോഗട്ട് സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു. എനിക്കെതിരായ മത്സരത്തിൽ ഗുസ്തി ജയിച്ചു, ഞാൻ തോറ്റു. എന്നോട് ക്ഷമിക്കൂ. നിങ്ങളുടെ സ്വപ്നവും എന്റെ ധൈര്യവും തകർന്നിരിക്കുന്നു. എനിക്കിപ്പോൾ കൂടുതൽ ശക്തിയില്ല. ഗുഡ് ബൈ റെസ്ലിംഗ്. നെഞ്ചുനീറി വിനേഷ് ഫോഗട്ട് കുറിച്ച വാക്കുകൾ. ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം. ഇക്കാലമത്രയും ഉറക്കവും ഇഷ്ടഭക്ഷണവും അവധി ദിനങ്ങളുമെല്ലാം ഉപേക്ഷിച്ച് പരിശ്രമിച്ചത് ഒളിമ്പിക്സിലൊരു മെഡലിന് വേണ്ടിയായിരുന്നു. ഒടുവിൽ ആ വലിയ നേട്ടം എത്തിപ്പിടിക്കുകയും ചെയ്തു. എന്നാൽ 100 ഗ്രാമിന്റെ ഭാരക്കൂടുതലിന്റെ പേരിൽ മെഡൽ നിഷേധിക്കപ്പെട്ടു, അയോഗ്യയാക്കപ്പെട്ടു. അതിൽ നിന്ന് കരകയറുക വിനേഷിനെ സംബന്ധിച്ച് ഒട്ടും എളുപ്പമായിരുന്നില്ല. ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണം നേടുന്ന ആദ്യ വനിതാ ഗുസ്തി താരം. ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 2 വെങ്കല മെഡലുകൾക്കുടമ. കായിക ഓസ്കാർ എന്നറിയപ്പെടുന്ന ലോറസ് പുരസ്കാരത്തിന് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി നോമിനേറ്റ് ചെയ്യപ്പെട്ട താരം. വിനേഷിന്റെ ഇതിഹാസ തുല്യമായ കരിയറിലെ ചില നാഴികക്കല്ലുകൾ. സഹതാരങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ഖേൽരത്നയും പത്മ പുരസ്കാരവും ഉപേക്ഷിച്ച വിനേഷ് ആത്മാഭിമാനത്തിന്റെ മറുപേര് കൂടിയാണ്. വിനേഷിന്റെ കഥകൾ തലമുറകൾക്ക് പ്രചോദനമാകും. ഒളിമ്പിക്സ് ഡെസ്ക് 24. അങ്കമാലി ശബരി റെയിൽപാതയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ പ്രസ്താവനയെ വിമർശിച്ച് മുഖ്യമന്ത്രി. ശബരി പാതയിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് ആരാണെന്ന് ജനങ്ങൾക്കറിയാം. റെയിൽവേ മന്ത്രിയുടെ പ്രസ്താവന വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തീർത്തും വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. അതേസമയം രാഷ്ട്രീയ പ്രേരിതമായ ഒരു പ്രസ്താവനയുമാണ് കേന്ദ്ര റെയിൽ മന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ് എന്ന് വ്യക്തമാണ്. റെയിൽവേ അനുവദിച്ച 2125 കോടി രൂപയിൽ 1823 കോടി രൂപ 3 പാതയ്ക്ക് ചേർത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ശബരി പാതയിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് ആരാണ് എന്നത് ഇതിനകം നാട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. വിഴിഞ്ഞം ബാലരാമപുരം റെയിൽ പാതയ്ക്ക് പാരിസ്ഥിതിക അനുമതി ലഭിച്ചു. 10.7 കിലോമീറ്റർ പാതയ്ക്കാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചത്. 9.43 കിലോമീറ്ററും ഭൂമിക്കടിയിലൂടെയുള്ള തുരങ്കപ്പാതയാണ്. സ്ഥലമേറ്റെടുക്കൽ അടക്കമുള്ള നടപടികൾ തുടരുന്നു. പദ്ധതിക്ക് ദക്ഷിണ റെയിൽവേയുടെ അനുമതി നേരത്തെ ലഭിച്ചിരുന്നു. കൊങ്കൺ റെയിൽ പാതയ്ക്കാണ് നിർമ്മാണ ചുമതല. വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള ചരക്ക് നീക്കം എളുപ്പമാക്കുന്നതാണ് ഈ പദ്ധതി. വാർത്താമഴ തുടർന്നു. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് അഴിച്ചുപണി. ഗതാഗത കമ്മീഷണർ ശ്രീജിത്തിനെ ഹെഡ്ക്വാർട്ടേഴ്സ് ADGP ആയി നിയമിച്ചു. യോഗേഷ് ഗുപ്തയാണ് പുതിയ വിജിലൻസ് മേധാവി. ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും. ദീപക്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അഴിച്ചുപണി ഏതൊക്കെ വകുപ്പിൽ, ഏതൊക്കെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിലാണുള്ളത് ഇപ്പോൾ? വിജയകുമാർ, പോലീസ് തലപ്പത്ത് ഒരു വിപുലമായ അഴിച്ചുപണിക്ക് സർക്കാർ ആഭ്യന്തര വകുപ്പ് തയ്യാറെടുക്കുന്നതിനിടയിലാണ് ആദ്യത്തെ ഒരു സ്ഥലം മാറ്റ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ഇതിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ചുമതലയിൽ നിന്നും ശ്രീജിത്തിനെ മാറ്റിയിരിക്കുന്നു. നേരത്തെ തന്നെ മന്ത്രിയുമായൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് പുറത്തു വന്നിരുന്നു. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ചുമതലയിൽ നിന്നും ശ്രീജിത്തിനെ മാറ്റിയിട്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ADGP ആയാണ് നിയമിച്ചത്. കഴിഞ്ഞ കുറച്ചു കാലമായി അദ്ദേഹം പോലീസിന് പുറത്തായിരുന്നു, തിരിച്ച് പോലീസിലേക്ക് എത്തുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു മാറ്റം വിജിലൻസ് മേധാവിയായി യോഗേഷ് ഗുപ്തയെ നിയമിച്ചു എന്നുള്ളതാണ്. യോഗേഷ് ഗുപ്ത DGP റാങ്കിലേക്ക് വരാൻ പോകുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. വളരെ കേന്ദ്ര സേനയിൽ ED-യിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ
CBI-യിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലേക്കാണ് അദ്ദേഹം വരുന്നത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട മറ്റു മാറ്റങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ കൊച്ചി കമ്മീഷണറായിരുന്ന ഇപ്പോഴത്തെ ക്രൈംബ്രാഞ്ച് IG അക്ബറിനെയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറായി നിയമിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ IG റാങ്കിലെ ഉദ്യോഗസ്ഥനെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായി നിയമിക്കാറില്ല. ADGP റാങ്കിലുള്ള പോസ്റ്റാണ്. പക്ഷേ എക്സ്കാഡർ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, കണ്ണൂർ DIG തോംസണെ തൃശ്ശൂരേക്ക് മാറ്റിയിരിക്കുന്നു. പക്ഷേ തോംസൺ തന്നെ കണ്ണൂർ DIG-യുടെ ചുമതല വഹിക്കുകയും ചെയ്യും. മറ്റൊരു മാറ്റം, നാഗരാജുവിനെ തിരുവനന്തപുരം IG ആയി നിയമിച്ചിരിക്കുന്നു. അർഷിത അടലൂരിയെ ഈ ചുമതലയിൽ നിന്നും മാറ്റിയിരിക്കുന്നു, നിലവിലെ ചുമതലയിൽ നിന്നും മാറ്റിയിരിക്കുന്നു. ഇത്തരത്തിലുള്ളതാണ് പുതിയ സ്ഥലം മാറ്റങ്ങൾ. പ്രധാനപ്പെട്ട മാറ്റം വിജിലൻസ് മേധാവിയെ നിയമിച്ചു എന്നുള്ളതും, വിജിലൻസ് മേധാവിയായി ഗുപ്തയെ നിയമിച്ചു എന്നുള്ളതും. രണ്ടാമത്തത് S. ശ്രീജിത്തിനെ പോലീസിന് പുറത്തു നിന്നും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് നിയമിക്കുന്നു, ട്രാൻസ്പോർട്ട് കമ്മീഷൻ ചുമതലയിൽ നിന്ന് മാറ്റുന്നു. ട്രാൻസ്പോർട്ട് കമ്മീഷണറായി IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായ അക്ബറെ നിയമിക്കുന്നു എന്നുള്ളതാണ് മാറ്റങ്ങൾ. വിജയകുമാർ. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. പ്രേക്ഷക പിന്തുണയിൽ വിജയക്കുതിപ്പ് തുടർന്ന 24. ടെലിവിഷൻ ബാർക്ക് റേറ്റിംഗിൽ ഈ ആഴ്ചയും 24 ഒന്നാമതെത്തി. ബാർക്ക് യൂണിവേഴ്സ് കാറ്റഗറിയിൽ 31-ാം ആഴ്ചയിലും 24 ഒന്നാമതെത്തി. ഒപ്പം നിന്ന പ്രിയ പ്രേക്ഷകർക്ക് നന്ദി. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിപ്പിക്കുന്നു.